ഹായ് വെൽക്കം ബാക്ക് ടു അനസ്റ്റീസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങക്കായ വറുത്തരച്ച കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു കൈപ്പിടി ചുവന്നുള്ളിയാണ്. അത് ഞാനൊന്ന് നടുകെ കീറി എന്നിട്ട് ഞാനത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇതൊരു 2 മുരിങ്ങക്കായാണ്. ഇത് ഞാൻ ഈ ഒരു വലിപ്പമാണ് ആക്കിയത്. നിങ്ങൾക്ക് ഈ വലിപ്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. 2 മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയതും ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റാം. അതേപോലെ ഒരു 2 പച്ചമുളക് നടുകെ കീറിയതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിത് നന്നായി ചേർക്കുകയാണ്. ഇത് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ മുളകും പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലല്ലേ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യാണ്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. ഇപ്പം മുരിങ്ങക്കായ സീസണല്ല, മുരിങ്ങക്കായ ചക്കരക്കാണ് ഇപ്പോൾ സീസൺ. ഇന്ന് മുരിങ്ങക്കായ കിട്ടി. ഇവിടെ തറവാട്ടിൽ വല്യമ്മ ഉണ്ട്, നിലവല്യമ്മ ഉണ്ട്. അപ്പം രാവിലെ നോക്കുമ്പോൾ ഉണ്ട് മുരിങ്ങക്കായ വന്നേക്കുന്നു. അപ്പം എന്നാൽ ഇന്നത്തെ ഡിഷ് മുരിങ്ങക്കായ വെച്ച് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇത് നന്നായി ഈ മുളകും പൊടിയൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇതായിട്ട്. പിന്നെ ആ ഒരു മണമൊക്കെ മാറി. ഇനി ഞാൻ ഇതിലേക്ക് ഇത് ഒരു നെല്ലിക്ക വലിപ്പം ഉള്ള പുളി എടുത്ത് പിഴിഞ്ഞതാണിത്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മുരിങ്ങക്കായ ഒന്ന് വേവുന്ന വരെ ഇതൊന്ന് നമുക്ക് മുരിങ്ങക്കായ വേവാൻ നമുക്കിതൊന്ന് വെക്കാം. മുരിങ്ങക്കായ ഒന്ന് വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മുരിങ്ങക്കായ ഞാൻ വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഒരു അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ ചിരവിയതും അതേപോലെ ഒരു 12 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇവിടെ മുരിങ്ങക്കായ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കറി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഈ ഒരു കറിയും വേണ്ട. അതും ഇത്തിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കഴിക്കാൻ. അപ്പം ഇനി ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടാം. ഇവിടെ നോക്കുമ്പോൾ വേപ്പിലല്ല, വീട്ടിൽ നോക്കുമ്പോഴേ എടുത്ത് വെച്ചില്ല. അപ്പം ഞാൻ വേഗം കുറച്ച് പൊട്ടിച്ചു. ഇവിടെ വേപ്പിലയുടെ മരമുണ്ട്, കറിവേപ്പിലയുടെ മരമുണ്ട്. അപ്പം അതിന് ഞാൻ കുറച്ച് പൊട്ടിച്ചു. നല്ല ഫ്രഷ് ഇല കിട്ടി. അപ്പം ഇനി ഞാൻ ഒരു 3-4 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഞാൻ കഴുകി ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും. എന്നിട്ട് വീണ്ടും നന്നായി ഈ പൊടിയുടെ സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ആ പൊടികളുടെ മണമൊക്കെ മാറി നന്നായി ആയി. ഇനി ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതാ നമ്മൾ തേങ്ങ വറുത്തത് അരച്ചു, അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തു. ഇതെവിടെ മുരിങ്ങക്കായ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം ഇനി ഞാനിതേ ഇത്ര വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം.
ഇനിയിപ്പോൾ എന്താ വേറെ, ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ചിടണം. ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് കടുക് താളിച്ചിടാം, അത്രേ ഉള്ളൂ. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചു. സാധാരണ നമ്മൾ പച്ചവെപ്പ് വെക്കാറുണ്ട്. അതായത് മുരിങ്ങക്കായ, പരിപ്പ്, വെള്ളരിക്ക, മുരിങ്ങക്കായൊക്കെ വെക്കാറുണ്ട്. അപ്പം അതിന് കുറച്ച് വ്യത്യാസമായിട്ട് മുരിങ്ങയ്ക്ക വറുത്തരച്ച് ഒന്ന് ടേസ്റ്റ് മാറ്റി നോക്കിയതാണ്. ഞാൻ വെക്കാറുണ്ട് ഇവിടെ. അപ്പം ഇനി ഞാനിപ്പോൾ ഇത് തിളച്ചു. ഞാനിതൊന്ന് മാറ്റിയിട്ട് ഞാനിതൊന്ന് താളിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ താളിക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി. ഒരു 1/2 ടീസ്പൂൺ കടുക്, അതേപോലെ ഒരു 3 വറ്റൽമുളക്, അതേപോലെ ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുകയാണ്. ഇനി ഞാൻ ഈ താളിച്ചത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു വെച്ചു. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാണ് മുരിങ്ങക്കായ വറുത്തരച്ച കറി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു മുരിങ്ങക്കായുടെ സീസണാണ്. അപ്പോൾ ഇനി എന്താ, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് തരിക. നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.